ഹേ ഗായ്സ്, ലൈഫ് ഓഫ് മുഫിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗില്ലേ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പാണ്. അതായത് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ഞങ്ങൾ കുടുംബങ്ങൾ, അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പയും ബ്രദറും ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോവാണ്. ഞങ്ങളുടെ ലൈഫിൽ തന്നെ, അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഫസ്റ്റത്തെ ഒരു ഫാമിലി ട്രിപ്പും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വയനാട്ടിലാണ് പോകുന്നത്. ഉമ്മൻ്റെ കുറേ ഫാമിലി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡേ സ്റ്റേ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഊട്ടിയിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഊട്ടി സീസണൽ ടൈമാണല്ലോ, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൈമാണ്. ഒരുപാട് ആൾക്കാർ ഊട്ടി വിസിറ്റ് ചെയ്യുന്നൊരു ടൈമും കൂടിയാണ്. സീസൺ ആയതുകൊണ്ട് തന്നെ തിരക്ക് കാര്യങ്ങളൊക്കെ ഊട്ടിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് പോയി നോക്കാം. ഞങ്ങളെ കൂടെ തന്നെ നിങ്ങളും ആയ ഒരു ട്രിപ്പിലേക്ക്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് ഫാമിലി വീട്ടിലേക്കൊക്കെയാണ്. അപ്പം കുറച്ചായി കുടുംബത്തിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അവിടെ ഒരു ഡേ സ്റ്റേ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങളിവിടെ പോകുന്നത്, ഈ ഒരു ഊട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ചേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ വയനാട്ടിൽ പോകുന്നത് നമ്മൾ കുറ്റിയാടി ചുരം വഴിയാണ് കേട്ടോ പോകുന്നത്. ഏകദേശം ഞങ്ങൾ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം, കല്യാണ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രാത്രി ആകുമ്പോഴത്തേന് വയനാട്ടിലെത്തണം. വയനാട്ടിൽ നിന്ന് പിന്നെ ഫാമിലി ഒരു ഡേ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവിടുന്ന് ഊട്ടിയിലേക്ക് ഇറങ്ങണം. കുറേ ടൈമൊന്നുമില്ല. അപ്പം ഫാമിലി ആയിട്ട് എല്ലാവരും ട്രിപ്പ് പോകണമെന്ന് തന്നെ. ഉമ്മക്ക് ഈ ലോങ് ജേണി ഒന്നും അത്ര ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉമ്മ പോലെ വളരെ കുറവാണ്. അപ്പോൾ ഉമ്മ ഭയങ്കര ടയർഡാണ്. തുടക്കത്തിലേ നല്ല ടയർഡായിരുന്നു. അപ്പോൾ ഞാനേതായാലും വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് കുറച്ച് കണ്ടുനോക്കാം. ഗൈസ്, ഫൈനലി ഞങ്ങൾ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞങ്ങളൊന്ന് ഒരു ദിവസം നിൽക്കുന്നത്. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഊട്ടി പോണത്. അപ്പോൾ ഉമ്മൻ്റെ അനിയത്തീൻ്റെ മക്കളുടെ മക്കളും ഉണ്ട് കേട്ടോ. കുറേ വാവകളൊക്കെ ഉണ്ട് ഇവിടെ, കുഞ്ഞു വാവകളൊക്കെ ഉള്ള വീടാണിത്. അപ്പോൾ ഇതാ ഒരാളാണിത്, പിന്നെ വേറൊരാളാണിത്, പിന്നെ അതിൻ്റെ പുറത്ത് ഇതാക്കുന്ന കളിക്കുന്ന വേറൊരാൾ. അവരൊക്കെ ഓരോരുത്തരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേര് നോട്ട് ചെയ്ത് പറയാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് എല്ലാവരും നല്ല വികൃതി കൊടുക്കലാണ് കേട്ടോ. കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ. അപ്പം ഒരു ഡേ സ്റ്റേ എടുത്തതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് എൻ്റെ അടുത്ത ഫാമിലി വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അവിടെ കയറി ഇറങ്ങുന്നുള്ളൂ, സ്റ്റേ എടുക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഊട്ടി പോകാൻ. അപ്പോൾ എന്തായാലും ഇതാ അവിടെ കയറി. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകാറുണ്ട്. പക്ഷെ ഉമ്മ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ പോകുന്നത്. പിന്നെ ഈ ഒരു യാത്രയിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വളർത്തുന്ന പൂച്ചക്കുട്ടിയാണത്. അപ്പോൾ പൂച്ചക്കുട്ടീനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം വീട് അടക്കിയാണ് ഞങ്ങളെല്ലാവരും പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് മാത്രം അവിടെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഫാമിലി വീട്ടിൽ, അതായത് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഊട്ടി വരെ ഇവനെ കൊണ്ടുപോകണം എന്നാണ് വിചാരിച്ചത്. ഇവനെ വിളിക്കുന്നത് ഉമ്മ ഷാഫിന്നാണ്. ആക്ച്വലി നമ്മൾ ഊട്ടി വരെ ഇവനെ കൊണ്ടുപോകാനാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു വയനാട് എത്തിയപ്പോൾ തന്നെ ഈ ഒരു പൂച്ചക്കുട്ടി ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്, ടയേർഡായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ കൊടുത്തിട്ടെല്ലാം കഴിച്ചിട്ട് നേരെ ഊട്ടിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മളെ ഷാഫിക്കുട്ടനെ നമ്മളിവിടെ ഏൽപ്പിച്ച് നമ്മൾ ഊട്ടിയിലേക്ക് പോവാണ്. കിട്ടുന്നുണ്ട് ക്ലാസ്. പോകുന്ന പോക്കിന് ഈ ഒരു തട്ടുകടയിൽ നിന്ന് ചായക്ക് കുടിച്ചപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇരുട് കയറിയിട്ടുണ്ട്. ഇതാണ് മസനക്കുടി ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് വരുന്നത്. അത്യാവശ്യം നല്ല മൃഗങ്ങളൊക്കെ കാണാൻ പറ്റിയൊരു റൂട്ടും കൂടിയാണ്. അതുമാത്രമല്ല നൈറ്റാണ് നമ്മുടെ ഈ ഒരു ഡ്രൈവ് വരുന്നത്. അപ്പോൾ രാത്രി നമ്മൾ പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ ഒരു മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ള ധാരണയിലാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ഡേഞ്ചർ റൂട്ട് കൂടിയാണ് മസനക്കുടി കേട്ടോ. അപ്പോൾ എന്തായാലും ഊട്ടിയിൽ പോകുന്ന നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് റീൽ ഈടായിട്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ കണ്ടിട്ടില്ല. മസനക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര എന്നൊക്കെയുള്ള ആ ഒരു റൂട്ടാണ് ഇത് വരുന്നത്. അതിന് പുറമെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. 1, 2 കൂട്ടത്തോടെ. വണ്ടിൻ്റെ മുന്നിലായതുകൊണ്ട് തന്നെ പാനിക് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നല്ലൊരു ക്ലിപ്പായിരുന്നു അത്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ അത്രയും പേടിച്ചിട്ടുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ട് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്കന്നെ സൈഡിലായിട്ടൊക്കെ മാനിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 7-7:30 മണി ആയിട്ടുള്ളൂ. നല്ല നൈറ്റ് ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഈ റോഡിലേക്കൊക്കെ മൃഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങും. പ്രത്യേകിച്ച് ആന അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളെല്ലാം
എല്ലാം ഇറങ്ങാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അഡ്വഞ്ചറായിട്ടുള്ള ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒരു ഫേവറേറ്റ് സ്പോട്ട് കൂടിയാണ് ഈ ഒരു മസനക്കുട്ടി ഫോറസ്റ്റ്. അധികം ആൾക്കാർ ഈ റൂട്ടിന് പോകാനുള്ള മെയിൻ കാരണവും ഈ ഒരു മൃഗങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ ഒരു ഫോറസ്റ്റിനുള്ളിൽ. പോകുന്ന യാത്രയിൽ ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല, അതേപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും പറ്റൂല ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ മൃഗങ്ങളെ കാണുകയാണെങ്കിൽ ഫീഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കണ്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ മരക്കൊമ്പിൽ ഇങ്ങനെ ഒരു ജില്ലയിൽ ഇങ്ങനെ ബോർഡ് പോലെ തൂക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു സേഫ്റ്റിക്ക് കൂടി വേണ്ടിയിട്ടാണ്. അത്രയും ഡേഞ്ചർ റൂട്ടാണ് കേട്ടോ ഈ ഒരു മസനഗുഡി ഫോറസ്റ്റ്. പിന്നെ എല്ലാവരും നല്ല യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഊട്ടി കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഊട്ടി പോകുന്ന വഴിക്കന്നെ ഏകദേശം ഒരു 8 കിലോമീറ്റർ മുന്നായിട്ട് നമ്മൾ റൂം, അതായത് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഫാമിലിക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ ഊട്ടിയിൽ തന്നെ നല്ല സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ റൂംസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. സീസണാണ്, അതുകൊണ്ട് തന്നെ റൂംസ് എല്ലാം പോകാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ബുക്ക് ചെയ്തേക്കാം. ഓൺലൈനാണ് ഏറ്റവും. അപ്പോൾ നമ്മൾ പോകുന്ന പോക്കിന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിൽ ഇപ്പോൾ തണുപ്പ്, അതായത് നമ്മളവിടെ എത്തുന്നോറും തണുപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കട്ടൻ ചായ എല്ലാം കുടിച്ചിട്ട് നൈസായിട്ട് റൂമിലേക്ക് പോവാം. ഓടിച്ചിട്ട് അന്ന് രാത്രിയില്ല ഇതാണ് നമ്മൾ ഊട്ടിയിലെടുത്ത് റൂം എന്ന് പറയുമ്പോൾ ഒരു വീടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. ഇതാണ് റിസപ്ഷൻ വരുന്നത് അല്ലേ? റിസപ്ഷൻ പിന്നെ പുറത്തൊക്കെ നല്ല വ്യൂ ഉണ്ട്, അടിപൊളി വ്യൂ ആണ്. ക്യാമ്പ് ഫയർ ഫാമിലി പറ്റിയ ഏരിയ ആണ്. ഊട്ടി ടൗണിൽ ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ്. ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ചെയ്താൽ പിന്നെ റൂം കാണിച്ചു കൊടുക്കാം. 5 പേരുടെ റൂമാണിത്. അല്ല സൗകര്യങ്ങളും നല്ല വീടാണ്. ബെഡ് ഇതെല്ലാം വരുന്നുണ്ട്. ഫുള്ള് നമ്മളെല്ലാരും ഇവിടെ അല്ലേ കടന്നേ? ഉപ്പ എല്ലാരും. പിന്നെ ഇവിടെ ഉമ്മ കടന്ന്, ഇത് ഉമ്മ കടന്ന്. നമ്മള് വാഷ്റൂം നോക്കുകയാണെങ്കിൽ തന്നെ ഇതാ കടന്ന് കുളിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയെല്ലാം വരുന്നുണ്ട്. ടർക്കി എല്ലാം തന്നിട്ടുണ്ടായിന്. പിന്നെ സോപ്പ്, ഷാമ്പു, ഷാമ്പു, സോപ്പ് എല്ലാം തന്നിട്ടുണ്ട് അല്ലേ? TV ഉണ്ട്. പിന്നെ ഷെൽഫ്, ഇതാ മുകളിലെല്ലാം ഷെൽഫ് വരുന്നുണ്ട്. വൃത്തിയുണ്ട്, നല്ല നീറ്റാണ് എല്ലാം വരുന്നത്. നമ്മള് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മള് വെക്കേറ്റ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാ. നമ്മള് വാരി വലിച്ചിട്ട് ആകെ സെറ്റാക്കി വെച്ചിട്ട് ചെടി കൊണ്ടുപോകണം അല്ലേ? ഇത് പറിച്ചില്ലമ്മ? വിത്തിട്ടാ മതി. ചെമ്പരത്തിക്ക് തന്നെ എന്തോ ഒരു ഭംഗിയുണ്ടല്ലോ എടുത്ത ചെമ്പരത്തി പോലും നല്ല രസമുള്ള. ഇത് പറിച്ചോ? ഈ ചെടിക്ക് നല്ല ചെടി എടുത്തോ. അല്ല അതുണ്ടാവും, അതുണ്ടാവും. അതിലുണ്ടാവും. അതന്നെ അതന്നെ അതന്നെ. ഇതാണ് നമ്മൾ സ്റ്റേ എടുത്ത ഒരു വീട് തന്നെ. ഇത് ഒരു റൂമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ ഒരു വീട് പോലെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടി. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ മുകളിൽ ഇതേപോലെ തന്നെ അതിൻ്റെ
ഇതെല്ലാം വരുന്നുണ്ട്. നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തത് അവിടെ ആയിരുന്നു. അപ്പോൾ നല്ല കിളീൻ്റെ ഒക്കെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ ചെടിയെല്ലാം പറിക്കുന്നുണ്ട് അമ്മ കാര്യമായിട്ട്. ആ അതിലുണ്ട് അതിലുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ എടുത്ത സ്ഥലം എല്ലാം വരുന്നത്. ചെടിയെല്ലാം അത്യാവശ്യം എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. കാറിൽ ഡിക്കി സ്പേസ് ഉള്ളതുകൊണ്ട് എല്ലാം എടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്നൊരു പൂന്തോട്ടാക്കൂ. ആരെങ്ങനെ തയ്യുന്നു ഉപ്പതാ കാര്യമായിട്ട് പറിക്കുന്നുണ്ട്. ചെടി മുറിച്ചെടുക്കുന്നുണ്ട്, പറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ലൊക്കേഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അനി വണ്ടിയെല്ലാം ക്ലീനാക്കുന്നുണ്ട്. ഉപ്പ ഊഞ്ഞാലാടാൻ വേണ്ടി പോവാണ്. എവിടെ ഊഞ്ഞാല? നമ്മള് ഊഞ്ഞാലാടുന്ന കാണിച്ചാൽ ഇവിടെ ഊഞ്ഞാലുണ്ട് ഇവിടെ. ട്ടോ വരുന്നേ. അപ്പൊ നമ്മള് ഊഞ്ഞാലാടുന്ന കൂടി കാണിച്ചാ. അപ്പൊ അത്യാവശ്യം ഒരു ചൂടെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തേക്കുമ്മ കുറച്ചൊക്കെ ഇനിയുണ്ട്. എത്ര കാലം ചെടി ഉണ്ട് എന്നാ. ആ ഇവിടെ നല്ല ഇതൊന്നും വേണ്ട, ഇതെല്ലാം ഉണ്ട്. പൂവുണ്ട്, ഇനി കുറച്ച് പൂവുടുള്ളുണ്ട്. പൂവിന്റെ ചെടി ആ പൂവല്ലേ, ഇലയാണ്. ഇല കളറുള്ള ഇല ഉള്ള. അപ്പൊ ദാ ഈ ഒരു സ്പോട്ട് ഇട്ടാ. ആ നമ്മൾ കാണിച്ചില്ല, ഇത് ഉപ്പ കാണിച്ചു തരുന്നതാണ് ഈ സ്പോട്ട്. ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ആ അടിപൊളിതാ. വാവ്, വ്യൂ എല്ലാം കണ്ടിട്ട് നമുക്ക് ഊഞ്ഞാലി ആടാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ തുണിയെല്ലാം വിരിച്ച് ടവലെല്ലാം വിരിച്ചിട്ട് അടിപൊളി. ഇപ്പോൾ ഊഞ്ഞാലാടുന്നാണ്. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് താഴെ. ഞാനത് കണ്ടില്ല എന്നാലിട്ടാ, ഞാനിത് കണ്ടിട്ടേ ഇല്ല. ഇതാ ഇങ്ങനെ ഇതാ ഫ്രണ്ടിൽ ഊഞ്ഞാലാടാ കണ്ട. ഇവിടെ അങ്ങനെ നല്ല സെറ്റപ്പൊക്കെ വെച്ചിട്ട്. ഇത് ഞാൻ കണ്ടില്ല, ഒപ്പേ കണ്ട്. നിങ്ങളെപ്പോഴത് കണ്ടേ? രാവിലെ ഉണ്ടല്ലേ ഇതുണ്ട് കേട്ടോ. ഒരു ഊഞ്ഞാല ഇതും അതേപോലെ തന്നെ ഒരു ഊഞ്ഞാല. ആ എന്തായാലും എല്ലാവരും വണ്ടിയിലുണ്ട്. അനിയെല്ലാം ഉണ്ട് വണ്ടിയിൽ, അനിയെല്ലാം ഉണ്ട്, അതുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ബോർഡർ കാണത്തില്ലല്ലോ. വീട് കണ്ടോ എത്ര ഇവിടെ മറ്റേ സ്ട്രോബെറി ഉണ്ടാവില്ലേ? കുട്ടി എത്തിയില്ല, കുട്ടി എത്തിയില്ല. ഞാൻ കോയമ്പത്തൂർ പോയി കൂടുതൽ ചായ കുടിച്ചു. നല്ല വ്യൂ ലൈറ്റ് ചായ കുടിക്കാൻ മിൽമന്റെ മറ്റേ പരസ്യത്തിലുള്ള മറ്റേ ഇന്നലെ കണ്ടു മറ്റേ ഇതിന്ന് കാണും പാലെടുക്കാനും ഓന്റെ വണ്ടി താങ്ങിക്കപ്പോ ഓരോ ചെല്ല റിവൽ വയറും എല്ലാം ഉണ്ടാവൂലേ. ഹൈദരാബാദി ഇത് കുതിര, ഇത് കുതിര. നമുക്ക് ആര് നാദാരത്ത് പോണോന്ന് പറഞ്ഞേ. അപ്പൊ ആര് രാവിലെ എണീച്ചിട്ട് നാദാരത്ത് പോയിട്ട് തിരിച്ചിട്ട് പോകുന്നു. അതാണ് വെറുതെ പോയി അവിടെ പോയിട്ട് ഞാൻ പോയി വന്നിക്ക്. അങ്ങനെയാണ് എന്റെ കളി. ശബരിമല കുഞ്ഞു ചാടി പോണിക്കാം. ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച്
എത്ര രണ്ടക്കാരാവാ ഞങ്ങൾ ആദ്യം പോയിട്ടുള്ളത് ബോട്ട് ഹൗസിലാണ്. ബോട്ട് ഹൗസിലാണ് നമുക്ക് ജസ്റ്റ് കയറണമെങ്കിൽ എൻട്രൻസ് ചാർജ് ഒരാൾക്ക് വരുന്നത് 25 രൂപയാണ്. പിന്നെ ബോട്ടിൽ കയറണമെങ്കിൽ സെപ്പറേറ്റ് എത്ര 4 പേർക്ക് 600 രൂപ അങ്ങനെ എന്ത് വരുന്നുണ്ട്, ശരിയായ കണക്ക് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പാർക്ക് പോലെ തന്നെ കുറേ ഇരിക്കാനും നമുക്ക് റെസ്റ്റ് എടുക്കാനും അതേപോലെ തന്നെ വ്യൂ കാണാനൊക്കെ ഉള്ള സ്പോട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് വരുന്നത്. പക്ഷെ നല്ല ആളുള്ള സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടുന്ന് ഫാമിലി ഫോട്ടോസും കപ്പിൾ ഫോട്ടോസും എല്ലാം എടുക്കാം. ബോട്ടിൽ കയറാൻ ഉപ്പക്കും നമുക്ക് ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് അവിടെ ലീവ് ചെയ്ത്. പക്ഷേ 25 മിനിറ്റ് തോന്നുന്നുണ്ട് വരുന്നത്. അപ്പം നഷ്ടമായിട്ട് തോന്നി, അത്ര ചെറിയ ടൈമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ട് ഫാമിലി ഫോട്ടോസും ഇവിടുന്ന് ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഊട്ടിയിൽ പോയാൽ ഫേമസ് ആണല്ലോ ഊട്ടി ബർക്കി. അപ്പോൾ ഞങ്ങൾ ഊട്ടി ബർക്കി വാങ്ങുന്നൊരു സ്പോട്ടാണിത്. ഇപ്പം ഇവിടെ ഒരുപാട് ഊട്ടി ബർക്കി കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് വീട്ടിലേക്ക് ഊട്ടി ബർക്കി എല്ലാം വാങ്ങാം. എൻ്റെ വാങ്ങിക്കാൻ ഞാൻ വീഡിയോ എടുത്തില്ല. കണ്ണൂര് അന്ന അറിയാങ്ങേ അന്ന അറിയല്ലോ. ഒരിക്കലും ഇപ്പൊ അടുത്ത കാലത്തൊന്നും പോകുന്നെനിക്ക് തോന്നില്ലേ. അടിയിലെന്തോ ഉണ്ടാ അപ്പൊ ചാടണ്ട ഇതിന്റെ അത് നടന്ന് ഓള് ഇന്നലെ ഓമാങ്ങിയല്ലേ ചാടിക്കളാന്ന് നോക്കിട്ട് കിടക്കാ. നിങ്ങൾക്ക് ഒന്ന് പോയിട്ട് മാറ്റിക്കണ്ട കട്ടാക്കിട്ട് പോരും. ഇത് കുടിച്ചോ ഉണ്ടോ അതിന്റെ പാടയും എടുത്തിണ്ട്. എല്ലാവർക്കും ഉണ്ടാവോ? ആ വെട്ടിത്തരും ആക്കിക്കണോ വെട്ടി തരൂലേ? തണുപ്പിച്ച ഒന്നുകൂടി മാറ്റി ഒന്നുകൂടി വായിക്കോട്ടാ. നമുക്കല്ലേ തരണ്ടല്ലേ. ഇതിന്റെ കാലും കയ്യിലും പോയി കേട്ടാ. അത് ചോള തായി ചവിട്ടണ്ടേ എടി മുടി എന്തെങ്ങനെ നിങ്ങളും വായിക്കോളൂ. ചോളം മണ്ട ചോളം മണ്ട കുരങ്ങ് വരുന്നില്ല. എത്ര ചോളത്തിനോ? റേറ്റ് ഉണ്ടല്ലേ? വാങ്ങണ്ട എനിക്ക് വാങ്ങിക്കൊന്ന്. അത് കൂടുതലാ. 1.25 കിലോ 100 ഭയങ്കര റേറ്റ്. അവിടുന്ന് ആനല്ല നീയെ അന്നുണ്ടല്ലോ നാട്ടിലെത്തുമ്പോ എന്റെ മുടിയല്ലോ ഒന്നതാ
കോലാരാ തമിഴ്നാട്ടില് എന്തിപ്പാ എന്തിന്റെ കൊരങ്ങനെ കോലാറിൽ കിട്ടും പോയ കിട്ടൂ തമിഴ്നാട്ടിൽ. അല്ല ഗൈസ്, ഉപ്പ ഇന്നൊക്കെ പുതിയ അറിവാണ്. ഉപ്പ പറഞ്ഞ കാര്യമാണ്. കൊരങ്ങനെ വാങ്ങാൻ ആഗ്രഹമുള്ളവര്, കൊരങ്ങനെ വീട്ടില് വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് എവിടെ പോയാൽ മതി? കോലാറിൽ കിട്ടും. കോലാറിൽ കിട്ടും. അത് ആടെ ഗവൺമെന്റ് കൊരങ്ങല്ല വന്യജീവി വളർത്ത് പൈൻ ഫോറസ്റ്റ് ഇത്രയും കെയർലെസ്. സിഗ്നല് കാര്യങ്ങളെല്ലാം പാക്കേജ് ഞാൻ 20 ഗുജറാത്തിലെ പൊരാടലുണ്ട് നല്ല വലിയ. ലോൺ എടുത്തിട്ടോ മറ്റേതെടുത്തിട്ടോ നമ്മുടെ നാട്ടിലെ വെള്ളം ഏറ്റവും നല്ലത്. ആളുകൾ വെറുതെ ഇത് എത്ര കോടിക്കണക്കിന് എസ്റ്റേറ്റ് ആയി. ചിലപ്പോ മലയാളിമാരുണ്ടോ എനിക്ക് പറയാൻ പറ്റില്ല. എത്രയോ സ്ഥലവും സ്ഥലമില്ല. എല്ലാം കാണും ഇപ്പൊ ഈ റോഡിൽ. തെങ്ങല്ലേ ഇവിടെ തെങ്ങുണ്ടാ? അത് നോക്കിയാ പോരെ. തെങ്ങൂടെ ഉണ്ട്, തെങ്ങ കാണിച്ചു തരാം. ഏതോ സ്ഥലത്തുണ്ട്. ഏത് സ്ഥലത്തൊന്നുമില്ല. വയനാട്ടിൽ കുറെ നമ്മള് മറ്റേ ആന കണ്ടാടുന്നു. അതാ വേറെയാണ്. അത് പയ്യാടി രണ്ടാന കുളിക്കുന്നതാ. ആനക്ക് സൈഡ് നല്ലോണം കാണും, നേരെ ഒന്നും കാണില്ല. ശരിയായ സാധനല്ലേ. ചെറിയ കാണണല്ല, എല്ലാം മനുഷ്യന്മാർക്ക് ചെറിയ കാണുന്നില്ല. എല്ലാം കാണിച്ചിട്ട് ആന രണ്ട് സൈഡിലാ കാണുന്നത്. ഇതും അതാ മാന് മാന് അതാ അതിന്റെ മയില്. ഇതെവിടെയാ കുമ്പിള്ള വലിയ ഓണടിക്കാൻ ഞാൻ ഇടങ്ങാറാക്കാൻ ഞാൻ മതി. എന്നാ പോലത്തെ ഞങ്ങൾ ഇങ്ങനെ മെല്ലെ അങ്ങനെ ഇവിടെ ഒരു ആന കണ്ടിട്ടില്ല. ഇന്നത്തെ സ്ഥലത്ത് നല്ല സൈഡിൽ മണ്ണ് നിൽക്കുന്നുണ്ട്. തിന്നാൻ കിട്ടാൻ വേണ്ടിട്ടല്ലേ. ഉണങ്ങിയുണ്ട് ഇതെല്ലാം ഇങ്ങനെ കൂട്ടാം. എന്റെ മോളല്ലേ എന്തെങ്കിലും എടുക്കാൻ നിൽക്കുന്നേ കണ്ടാ. സാധനം കണ്ട ചാക്കുന്ന അതെല്ലാം എടുക്കൂലേ? ആ കെട്ടില്ലെങ്കിൽ അതെല്ലാം ഹൈജാക്കിയാണ്. ഇത് കർണാടകത്തി കർണാടക സ്റ്റേറ്റ് കളി. ഇത് പിടി അത് കർണാടക കർണാടക തമിഴ്നാട്. ശില്പുണ്ട്. അല്ല മാണ്ട ഇവിടെ വല്ലാണ്ട് ഏറ്റവും കൂടുതൽ ടൈം ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അത് ഇങ്ങനെ നിൽക്കുന്നത്. മാങ്കൂട്ടം നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ ഒരു പീരി അങ്ങ്
അതന്നെ പോരെ 16:9 വേണ്ട വെള്ളം സൂപ്പർ ആയിക്കടാ. പോട്ടെ ഓല സമ്മതിക്കണം അല്ലേ. മുള്ളുണ്ടോ? ഞാൻ പിടിക്കാം. ഉണ്ടാ അമ്മ പറഞ്ഞ എടുത്തോ. എന്നാ അതിനെത്ര 20-25 തേങ്ങ 20 രൂപ കിലോ അല്ലേ? രണ്ടിലുണ്ടോ? മതി. നല്ലതല്ല അടിയിൽ നല്ലല്ല. അപ്പറല്ലേ ഒരു സ്ഥലത്ത് തന്നെ അല്ല എടുക്കണ്ടായിരുന്നു. 25 കൂട്ടിക്കുള്ളൂ. 150 എടുത്തുള്ളൂ. 6 കിലോ മറ്റേതില്ല. ഏതായാലും ഈ റൂട്ടിൽ പോകുമ്പോൾ പച്ചക്കറി കുറച്ച് വാങ്ങി. ഈ ഒരു ഭാഗങ്ങളിൽ പച്ചക്കറി കുറവാണല്ലോ റേറ്റ്. അപ്പോൾ എന്തായാലും വാങ്ങിയിട്ട് കുറച്ച് ഡിക്കിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ. പിന്നെ അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ യാത്ര ഏകദേശം വീട്ടിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയാവും വീട്ടിലെത്താൻ. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഈ ഒരു ഊട്ടി യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ലൈഫിൽ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റാണ് ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 1 വർഷം ആവാനായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ളൊരു യാത്ര കൂടിയാണിത്. അപ്പോൾ എന്തായാലും ഫാമിലി വീട്ടിലെല്ലാം കയറി എല്ലാവരെയും കണ്ട് ടൈമിനൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല നല്ല ഓർമ്മകളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ തന്നെ ഈ ഒരു യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതാ ഈ ഒരു കാട്ടിലൂടെ രാത്രിയൊക്കെ അങ്ങനെ പോയി ഏകദേശം നമ്മളെ നാട്ടിലെത്താൻ ഏകദേശം ഒരു പുലർച്ചെ ആവും. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇതുപോലത്തെ ഒരു ട്രാവലിംഗ് വ്ളോഗും അതേപോലെ തന്നെ ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരും. ഒരുപാട് ഷോപ്പിംഗ് വ്ളോഗ്സും ഒരുപാട് തിരക്കിൻ്റെ ഇടയിലും കൂടിയിട്ടുള്ള ഒരു യാത്ര കൂടിയായിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള ഉപ്പ ഉമ്മ ഞങ്ങൾ ഫാമിലി ഒന്നായിട്ടുള്ളൊരു യാത്ര കൂടി. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല നല്ല കമൻസൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ലൈഫ് ഓഫ് മൂഫിയാണ്. ഞാൻ ഒരുപാട് വ്ളോഗെല്ലാം ചെയ്തിട്ടുണ്ട്. ഫാമിലി വ്ളോഗ് ഇപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കര കുറവാണ്. കാരണം തിരക്ക് കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വിൻ്ററിൽ നിങ്ങളും ഫാമിലി ആയിട്ട് ഊട്ടിയിലൊക്കെ പോവുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വ്ളോഗായിട്ട് വരുന്നവരെ ലൈഫ് ഓഫ് മൂഫിയാണ്. ബൈ ബൈ ഗൈസ്.